അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുകയാണ്. തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, അയിരൂർ, വർക്കല, പാപനാശം, മാന്തറ എന്നിവിടങ്ങളിലാണ് ഇന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. പാപനാശത്ത് ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണ അവസ്ഥയിലായിരുന്നു. ഇവ പരിശോധനയ്ക്കായി സമുദ്ര ഗവേഷണ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മറിഞ്ഞ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തെക്കൻ തീരദേശ പ്രദേശങ്ങളിൽ കരയ്ക്ക് വന്നടിഞ്ഞു തുടങ്ങി. പല കണ്ടെയ്നറുകളും ഭാഗികമായും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാന്തുറ, പാപനാശം, അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് എന്നീ തീരപ്രദേശങ്ങളിലാണ് നിലവിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെയ്നറിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വന്ന ചാക്കുകളിലെ വിവരങ്ങൾ പ്രകാരം LLDP അഥവാ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന ഒരുതരം രാസവസ്തുവാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ അഗ്രികൾച്ചർ, പാക്കേജിംഗ്, കൺസ്ട്രക്ഷൻ എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തുള്ളത്. അത് തീരത്തെ പല ഭാഗങ്ങളിലും പൊട്ടി ഈ തീരത്തേക്ക് പടർന്ന രീതിയിലാണ് കാണുന്നത്. രണ്ട് കണ്ടെയ്നറുകൾ ഇത് ഈ വസ്തുക്കൾ തന്നെയാണോ അതോ മറ്റു കണ്ടെയ്നറുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളാണോ എന്നൊന്നും വ്യക്തമല്ല. രണ്ട് കണ്ടെയ്നറുകളും നിലവിൽ കാലിയാണ്. അതിനകത്തൊന്നും തന്നെ കാണാനില്ല. ഒന്ന് പൊട്ടി പരിപൂർണമായി തീരത്തടിഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് ഭാഗികമായി തകർന്നിട്ടാണുള്ളത്. ഇന്നലെയും അവിടെ കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും നമ്മൾ ഈ കാണപ്പെടുന്ന സാധനങ്ങൾ കണ്ടുകിട്ടിയില്ല. പക്ഷെ ഇന്ന് ഇവിടങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാധനം. ഇത് കാൽഷ്യം കാർബൈഡ് ആണെന്നാണ് എന്റെ ബലമായ സംശയം. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനറലാണ്. അത് എന്തിനുപയോഗിക്കുന്നത് പറഞ്ഞാൽ ടയർ മാനുഫാക്ചറിങ്, ടയർ ഉണ്ടാക്കുന്നതിനും സ്റ്റീൽ ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കുന്ന ഒരു ചീഫ് മെറ്റീരിയൽ ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ടൺ കണക്കിന് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഇതേ കാൽഷ്യം കാർബൈഡാണ് നമ്മുടെ പഴങ്ങൾ പെട്ടെന്ന് പഴുക്കാൻ, മാമ്പഴം എല്ലാം പെട്ടെന്ന് പഴുക്കാൻ കല്ല് വെക്കുക എന്ന് പറയും. അത് ഇതേ കാൽഷ്യം കാർബൈഡാണ്. ഈ കാൽഷ്യം കാർബൈഡ് വെച്ച് മാങ്ങ കഴിച്ചാൽ പലർക്കും ക്യാൻസർ, അതേപോലുള്ള ഉദര രോഗങ്ങൾ, ലിവർ സിറോസിസ് മുതലായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇന്ത്യയിലെ കാൽഷ്യം കാർബൈഡ് പഴങ്ങളിൽ യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തിരിക്കും. തീരദേശവാസികൾ നിലവിൽ ആശങ്കയിലാണ്. നിലവിൽ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് പോലീസും, തീരദേശ പോലീസും കോസ്റ്റൽ ഗാർഡും അടക്കം പോലീസ് നിലവിൽ തീരദേശത്തുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ നിന്നടക്കം ജീവനക്കാർ എത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിവിടെ നീക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ജനങ്ങളും തീരദേശവാസികളും എല്ലാം ആശങ്കയിലാണ്. കാരണം ഇതിൽ നിന്നുള്ള ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കാരണം കണ്ടെയ്നറിനകത്തുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, അവ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് എന്നൊന്നും കമ്പനി അധികൃതരോ വിഴിഞ്ഞം പോർട്ട് ഉദ്യോഗസ്ഥരോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ മാത്രമേ ഇതിനെ പറ്റിയുള്ള ഒരു പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനാവുകയുള്ളൂ. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.